ഇന്ന് നമുക്ക് 45 എന്ന കന്നഡ സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നായകൻ സിഗ്നൽ നിൽക്കുന്ന സമയം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. സിഗ്നൽ വീണപ്പോഴോ സ്പീഡിന് വണ്ടിയെടുത്തതും കുറുകെ വന്നൊരു ഡോഗിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതാണെങ്കിലോ തെറിച്ചു വീണ് ചത്തുപോവുകയാണ്. എന്നാൽ ഡോഗ് എങ്ങനെയാണ് ഇടിച്ച് തെറിച്ചു വീണത്, അതുപോലെ തന്നെ ഒരു ലോറി ഇടിച്ച് നായകനും സ്പോട്ടിൽ മരണപ്പെട്ടു പോകുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, നായകൻ ആദ്യമേ മരണപ്പെട്ടുവെന്ന്. പക്ഷേ ഇല്ല, നായകൻ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഡോഗിന്റെ ഓണർ ആണെങ്കിലോ നായകനടുത്തേക്ക് വരികയാണ്. പക്ഷേ അയാളാണെങ്കിൽ ഒരു പേര് കേട്ട ഗുണ്ടയാ. നായകന് 45 ദിവസം സമയം കൊടുക്കും. 45-ാം ദിവസം നായകനെ കൊല്ലുമെന്ന് വിരട്ടിയിട്ടാണ് ഗുണ്ട അവിടെ നിന്ന് പോകുന്നതും. ഈ 45 ദിവസവും നായകൻ എന്തൊക്കെ അനുഭവിച്ചു, എങ്ങനെയാ ഒരു 45-ാം ദിവസത്തെ നായകൻ നേരിട്ടു എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിനയെ കാണിക്കുന്നു. വിനയ് എന്നത്തെയും പോലെ തന്നെ ഓഫീസിലേക്ക് പോകുവാനായി ഇറങ്ങുകയാണ്. ലേറ്റായ വെപ്രാളത്തിൽ ഹെൽമറ്റ് പോലും എടുക്കാതെയാണ് വിനയ് പോകുന്നത്. എന്നാൽ ട്രാഫിക്കിൽ പെട്ടുപോയി. ഓഫീസിൽ നിന്നും ഒരുപാട് കോള് വരുമ്പോഴോ, ഞാനിതാ വരുന്നു, ട്രാഫിക്കിൽ പെട്ടുപോയി, സിഗ്നൽ വീഴാൻ 45 സെക്കൻഡ് കൂടിയുള്ളൂവെന്നും വിനയ് പറയുന്നു. ഓഫീസിൽ നിന്ന് കോള് വന്നത് കൊണ്ട് തന്നെ സിഗ്നൽ വീണപ്പോൾ വെപ്രാളപ്പെട്ട് വണ്ടിയെടുത്തതും ഒരു ഡോഗിനെ ഇടിച്ചു തെറിപ്പിച്ചു. അത് തെറിച്ചുപോയി തലയിടിച്ച് വീഴുകയാണ്. അതാ സ്പോട്ടിൽ തന്നെ ചത്തുപോവുകയും ചെയ്യും. വിനയ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു പോകുന്നു. എന്നാൽ എങ്ങനെയാണോ വിനയ് ഡോഗിനെ ഇടിച്ചു തെറിപ്പിച്ചത്, അതുപോലെ തന്നെ ഒരു ലോറി വിനയുടെ വണ്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. വിനയാണെങ്കിൽ തെറിച്ചുപോയി തറയിൽ വീണ് തലയിടിച്ച് മരിക്കുകയാണ്. പക്ഷേ അത് വിനയുടെ സ്വപ്നമായിരുന്നു. വിനയ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരും. എന്നാൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെയാണ് വിനയ്ക്ക് ഫീൽ ചെയ്യുന്നതും. വിനയ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് റൂമിന് പുറത്തേക്ക് വരുമ്പോഴോ, വിനയുടെ ഡെഡ് ബോഡിക്ക് മുന്നിൽ വേണ്ടപ്പെട്ടവർ ഇരുന്ന് കരയുന്നതായിട്ട് അവന് തോന്നുന്നു. അതോടെ വിനയ്ക്ക് പേടിയാകുവാനായും തുടങ്ങി. വിനയാണെങ്കിൽ ഒരു മുരുകഭക്തനായതുകൊണ്ട് തന്നെ മുരുകനോട് പ്രാർത്ഥിച്ചിട്ട് ജോലിക്കിറങ്ങുകയാണ്. എന്നാൽ സ്വപ്നത്തിൽ കണ്ട അതേ സിഗ്നൽ തന്നെയാണ് വിനയ് വന്ന് നിൽക്കുന്നതും. മാത്രവുമല്ല, അതേ ആളുകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതും. 45 സെക്കൻഡും കാണിക്കുന്നു. സിഗ്നൽ വീണതും വിനയ് വണ്ടിയെടുക്കും. എന്നാൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ഡോഗ് കുറുകെ വരികയും ആ ഡോഗിനെ വിനയ് ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ഡോഗാണെങ്കിൽ ചത്തുപോവുകയാണ്. അയ്യോ, സ്വപ്നത്തിൽ കണ്ടതുപോലെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ താനും മരണപ്പെടുമോ എന്ന ടെൻഷൻ വിനയ്ക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പതിയെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് എങ്ങനെയൊക്കെയോ ഓഫീസിലെത്തുകയാണ്. എന്നാലും പേടിയോടെ ലിഫ്റ്റിൽ പോകുമ്പോഴും താൻ മരിച്ചു പോകുമോ അതോ ജീവനോടെ ഉണ്ടോ എന്ന സംശയമായിരുന്നു വിനയ്ക്ക്. ഉടനെ തന്നെ തന്റെ ലാപ്ടോപ്പിന് മുന്നിലെത്തിയിട്ട് മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് വരും. കൂടാതെ ഗരുഡ പുരാണം എന്നൊരു മെസ്സേജും വരുന്നു. ആ ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ വിക്രമിന്റെ അന്യൻ സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അതിലൊരു വീഡിയോ ഓണാകുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന ആത്മാവാണെങ്കിൽ ശരീരത്തിലേക്ക് തിരിച്ചു കയറുവാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷേ നടക്കില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന സമയം നരകത്തിലെ കാവൽ ഭടന്മാർ വന്ന് ആത്മാവിനെ യമനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ യമൻ 45 ദിവസത്തിന് ശേഷം ആത്മാവിനെ തന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നും ഭടന്മാരോട് ആവശ്യപ്പെട്ടു. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വിനയെ കാണുവാനായിട്ട് രണ്ടുപേർ വന്നുവെന്ന് റിസപ്ഷനിൽ നിന്ന് കോൾ വരുന്നു. വിനയ് വന്ന് നോക്കുമ്പോൾ രണ്ട് ഗുണ്ടകളായിരുന്നു അത്. അവർ വിനയെ തല്ലിച്ചതച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നാൽ അവരുടെ വണ്ടിയുടെ മുന്നിലായിട്ട് പോത്തിന്റെ തലയുമുണ്ട്. അവർ വിനയെയും കൊണ്ട് പോകുന്നത് പഴയൊരു ഗോഡൌണിലേക്കാണ്. ഗോഡൌൺ മുഴുവൻ പോത്തായിരുന്നു ഉണ്ടായിരുന്നതും. പോത്തിനിടയിൽ നിന്ന് കരയുകയാണ് ഗുണ്ടാ നേതാവായ രായപ്പ. രായപ്പയാണ് കഥയിലെ വില്ലൻ. രായപ്പയ്ക്ക് മുന്നിൽ എന്തിനെയോ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. അത് നോക്കിയാണ് രായപ്പ കരയുന്നതും. സത്യത്തിൽ തുണിയിട്ട് മൂടിയിരിക്കുന്നത് ചത്തുപോയ രായപ്പയുടെ ഡോഗായ റോസിയാണ്. ഈ ഡോഗിനെയാണ് വിനയ് സിഗ്നൽ വെച്ച് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത്. റോസി ചത്തുപോയത് രായപ്പയ്ക്ക് സഹിക്കുന്നില്ല. റോസിയെ സ്വന്തം അമ്മയെ പോലെയാണ് രായപ്പ കണ്ടിരുന്നതും. റോസിയെ കൊന്ന വിനയെ കൊണ്ട് തന്നെ രായപ്പ റോസിക്ക് മേൽ മാല ചാർത്തിക്കും. വിനയെ തല്ലി ചതയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പോത്തിന്റെ പുറത്ത് കയറിയിരുന്ന രായപ്പ 45 ദിവസത്തിനകം വിനയെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഗരുഡ പുരാണത്തിൽ പറയുന്നത് പോലാണല്ലോ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച വിനയ് അവിടെ നിന്നും ജീവനും കൊണ്ടോടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അറിയാതെ എന്റെ വണ്ടി ഇടിച്ച് തെറിച്ചു വീണ ഡോഗ് ചത്തുപോയി. ആ ഡോഗിന് വേണ്ടി ഒരാൾ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. വിനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിനയെ കൊണ്ടുപോയ ഗോഡൌണിലേക്ക് വിനയ് പോലീസുമായി എത്തും. പക്ഷെ അവിടെ ഒരു ഗോഡൌണും ഇല്ലായിരുന്നു. വിജനമായൊരു സ്ഥലമായിരുന്നു അത്. വിനയ്ക്ക് എന്തോ മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആ ഗോഡൌൺ എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ച് വെപ്രാളപ്പെട്ട് വിനയ് വീട്ടിലേക്ക് ഓടി വരും.
എന്നിട്ട് ഗരുഡ പുരാണത്തിന്റെ വീഡിയോ ഫുള്ളായി കാണുന്നു. യമൻ ആത്മാവിന് 45 ദിവസം സമയം കൊടുത്തതിനാൽ 45 ദിവസം ആ ഒരു ആത്മാവിന് എന്തൊക്കെ സംഭവിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ആത്മാവിന് ഇനി ഒരിക്കലും തിരിച്ചു പോകാനാകില്ല എന്നത് ആത്മാവിനെ അറിയിക്കുവാനായിട്ട് ശവശരീരം കത്തുന്നിടത്തേക്ക് ഭടന്മാർ ആത്മാവുമായി പോകുന്നു. ശവശരീരം കത്തിത്തീരുന്നത് ആത്മാവിന് കാണിച്ചു കൊടുക്കും. എന്നാൽ അതേസമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ വിനയുടെ അമ്മ ഉറക്കെ കരയുകയാണ്. ചെന്ന് നോക്കുമ്പോൾ വീടിന് മുന്നിലുള്ള വിനയുടെ ബൈക്ക് കത്തുകയാണ്. ആ കാഴ്ച കണ്ടതും വീഡിയോയിൽ ശവശരീരം കത്തുന്നത് വിനയ്ക്ക് ഓർമ്മ വരുന്നു. വിനയ് ആകെ തകർന്നു പോവുകയാണ്. ഒപ്പം രായപ്പ വിനയുടെ മുന്നിൽ വന്നിട്ട് 45 ദിവസം നിന്നെ കൊല്ലുമെന്ന് വിരട്ടിയിട്ടാണ് പോകുന്നതും. ഗരുഡ പുരാണത്തിൽ പറയുന്നതാണല്ലോ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും വിനയ് ചിന്തിക്കും. മാത്രവുമല്ല രായപ്പ വിനയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വിനയ് തന്റെ കാമുകിയെ മേഘ്നയ്ക്കടുത്ത് പോയിട്ട് ഇതുവരെയും നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയും. മേഘ്ന അത് കേട്ടതും ഞെട്ടിപ്പോവുകയാണ്. എനിക്കൊരു അങ്കിളുണ്ട്, മുത്തു. അങ്കിളിനെ കണ്ട് കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം കാണുമെന്നും മേഘ്ന പറയും. മുത്തു ആണെങ്കിൽ ഒരു പേര് കേട്ട ഗുണ്ടയാണ്. വിനയെയും കൂട്ടി മുത്തുവിനടുത്തെത്തിയ മേഘ്ന നടന്ന കാര്യമില്ല മുത്തുവിനോട് പറയും. 45 ദിവസം വിനയെ കൊല്ലുമെന്ന് പറഞ്ഞത് കേട്ട് മുത്തു ഞെട്ടിപ്പോയി. രായപ്പ അല്ലേ അതെന്ന് മുത്തു ചോദിക്കും. രായപ്പയും മുത്തുവും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. മുത്തുവിന്റെ ഡീലിൽ രായപ്പ ഇടപെട്ടു. അത് ചോദിക്കുവാനായി ചെന്ന മുത്തുവിന് 45 ദിവസം രായപ്പ ടൈം കൊടുത്തു. പക്ഷേ മുത്തു അത് ആദ്യം കാര്യമാക്കിയില്ല. ഇന്നാണ് 45 ദിവസം എന്ന് മുത്തു പറഞ്ഞു. അതേസമയം തന്നെ ദൂരെ നിന്നും ഒരു ബുള്ളറ്റ് വന്ന് മുത്തുവിന്റെ തലയിൽ തുളച്ചു കയറി മുത്തുവിന്റെ ഒരു കണ്ണ് വിനയുടെ മുന്നിലേക്ക് വന്ന് വീഴും. അത് കണ്ട് വിനയും മേഘനയും ഞെട്ടിപ്പോവുകയാണ്. രായപ്പയാണത് ചെയ്തതും. വീട്ടിലെത്തിയ വിനയ് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. കുറച്ചു ദിവസമായി തന്റെ മകനെന്തോ മാറ്റമുണ്ടെന്നും മകൻ എന്തോ പ്രശ്നം നേരിടുന്നെന്നും അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുരുകന്റെ പൂജിച്ച ഒരു ചെയിൻ അമ്മ വിനയുടെ കഴുത്തിൽ ഇണഞ്ഞു കൊടുത്തിട്ട് എന്നും അടുത്തുള്ള മുരുകന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ടും വിനയോട് പറയുന്നു. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ രായപ്പ വിനയുടെ മുന്നിലേക്ക് വരികയും ഇനി എത്ര നാൾ കൂടിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ട് വിനയുടെ കയ്യിലിരുന്ന പ്രസാദവും വാങ്ങി കഴിച്ചിട്ട് പോകുന്നു. അതോടെ പേടിച്ച വിനയ് നേരെ എത്തുന്നത് കൂട്ടുകാരന്റെ അടുത്തേക്കാണ്. കൂട്ടുകാരനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. എന്നാൽ കൂട്ടുകാരൻ പറയുന്നത് രായപ്പ നിന്നെ കൊല്ലും മുൻപ് രായപ്പയെ കൊല്ലണം. അതിനൊരാൾ ഉണ്ടെന്ന് പറഞ്ഞ് ഗുണ്ടയും ഇറച്ചിവെട്ടുകാരനുമായ അൽതാഫ് ഭായിക്ക് അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നാൽ അതേ സമയം തന്നെ രായപ്പയും കൂട്ടരും അൽതാഫിന്റെ താവളത്തിലേക്ക് എത്തുകയും അവിടെ മുഴുവൻ വെടിവെച്ച് തകർക്കുകയും ചെയ്തു. അതോടെ തനിക്കിനി രക്ഷപ്പെടാനാകില്ലെന്നും ആർക്കും തന്നെ രക്ഷിക്കാനാകില്ലെന്നും വിനയ്ക്ക് മനസ്സിലായി. അവിടെ നിന്നും രക്ഷപ്പെട്ടോടി വിനയ് എത്തിയത് അമ്മയ്ക്കടുത്തേക്കായിരുന്നു. അമ്മയോട് നടന്ന കാര്യം തുറന്നു പറയും. അമ്മ, എനിക്ക് മരിക്കണ്ട, എനിക്ക് അമ്മയെ വിട്ടു പോകാനാകില്ലെന്ന് പറഞ്ഞ് വിനയാണെങ്കിൽ അമ്മയുടെ മടിയിൽ കിടന്ന് കരയും. ആർക്കാ എന്റെ മകനെ കൊല്ലാൻ ധൈര്യമുള്ളത്? അവനാദ്യം എന്റെ മുന്നിൽ വരട്ടെ. ആരായാലും എന്നെ കൊന്നിട്ടെ എന്റെ മകനെ തൊടൂ എന്ന് പറഞ്ഞ് അമ്മ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മുരുകനെ പ്രാർത്ഥിക്കും. മുരുക, എന്റെ മകനെ നീ കാത്തോളണേ, എന്റെ മകനെ നീ തന്നെ സംരക്ഷിക്കണേ എന്ന് പറയുന്ന സമയമായിരുന്നു ശിവപ്പയുടെ എൻട്രിയും. ശിവപ്പ അത്യാവശ്യം ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ശിവപ്പയാണെങ്കിൽ കസ്തൂരി എന്നൊരു പേരിൽ കോളനി രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളാണ് താമസിക്കുന്നതും. അവർക്കൊക്കെ എന്ത് പ്രശ്നം വന്നാലും ശിവപ്പ ഇടപെട്ട് പരിഹാരം കണ്ടെത്തും. അങ്ങനെ ശിവപ്പ വാടകയ്ക്ക് കൊടുത്ത കടയിലേക്ക് കാശ് വാങ്ങുവാനായി എത്തും. കട നടത്തുന്ന സുധ കുറച്ചു സമയം കൂടി വേണമെന്ന് പറയുന്നതിനാൽ ശിവപ്പ സുധയുടെ കടയിൽ ഫുഡ് കഴിക്കുവാനായും കയറും. എന്നാൽ ആ കടയിൽ വിനയ് ഉണ്ടായിരുന്നു. വിനയാണെങ്കിൽ ആഹാരം കഴിക്കാതെ ലാപ്ടോപ്പിൽ ഗരുഡ പുരാണത്തിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിനയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ശിവപ്പ വിനയുടെ അടുത്ത് വന്നിരുന്നിട്ട് വീഡിയോ നോക്കും. ദേഷ്യമെന്ന വിനയാണെങ്കിലോ ശിവപ്പയെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പോകുന്ന വഴിയിൽ രായപ്പയുടെ ആളുകളാണെങ്കിലോ വിനയെ ടോർച്ചർ ചെയ്യും. ഇത്തവണ രായപ്പ വന്നില്ല, രായപ്പയുടെ കൂട്ടാളികളാണ് വന്നിരിക്കുന്നത്. വിനയ് ആരോടും ഒന്നിനും പോകാത്തൊരു പാവമാണ്. തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കെഞ്ചുമ്പോഴും അവർ വിനയുടെ കഴുത്തിലെ മുരുകന്റെ മാലയും വലിച്ചു പൊട്ടിക്കും. അപ്പോൾ അതുവഴി ശിവപ്പ നടന്നു പോകും. തന്നെ രക്ഷിക്കണമെന്ന് വിനയ് ശിവപ്പയോട് പറയുന്നു. അങ്ങനെ ശിവപ്പയാണെങ്കിൽ രായപ്പയുടെ ആളുകളെയൊക്കെ തല്ലി ഓടിച്ച് അവിടുന്ന് വിടുകയാണ്. എന്നിട്ട് ആ മാലയും വിനയ്ക്ക് കൊടുക്കുന്നു. വിനയോട് ശിവപ്പയാണെങ്കിൽ കാര്യം അന്വേഷിക്കുമ്പോൾ നടന്ന കാര്യമെല്ലാം വിനയ് ശിവപ്പയോട് പറയും. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ആള് രായപ്പയല്ലേ, നമുക്ക് സംസാരിച്ച് പ്രശ്നമൊക്കെ കോംപ്രമൈസ് ചെയ്യാം. ഞാൻ കൂടെ ഇല്ലേ എന്നും ശിവപ്പ പറയുന്നു. അത് കേട്ടതും വിനയ് പറയുന്നത് ആര് സംസാരിച്ചാലും നേരെയാകാൻ പോകുന്നില്ല. ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് രായപ്പയാണെങ്കിലോ തന്റെ കൂട്ടാളികളെയൊക്കെ ആരോ തല്ലിയെന്നറിയുകയാണ്. ആ ആളിനെ കാണുവാനായിട്ട് രായപ്പ എത്തും. രായപ്പ ശിവപ്പയെ കണ്ടതും ഞെട്ടിപ്പോവുകയാണ്. ശിവപ്പയും രായപ്പയും മുൻ പരിചയമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പ്രശ്നം അവസാനിപ്പിക്കാനും ഇതിന്റെ ആളാണെന്നും ശിവപ്പ പറയും. ഓ, നീയുണ്ടെങ്കിൽ ഇവനെ ഒന്നും ചെയ്യാനാകില്ലല്ലോ, അതെനിക്കറിയാം.
പക്ഷേ ഒന്നോർത്തോ, ഇന്നു മുതൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ നിന്നെ കൊല്ലുമെന്ന് വിനയോട് പറഞ്ഞിട്ട് രായപ്പ അവിടെ നിന്ന് പോകുന്നു. വിനയ്ക്ക് ആകെ ദേഷ്യം വരും. നിങ്ങളെ കാരണമാ ഇപ്പോൾ ഇങ്ങനെയായത്. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം കൂടി കിട്ടുമായിരുന്നല്ലോ എന്നും വിനയ് ശിവപ്പയെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതേ സമയമായിരുന്നു മേഘ്ന വിനയെ വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണണമെന്നും മേഘ്ന പറയും. അങ്ങനെ മേഘ്ന പറഞ്ഞ സ്ഥലത്തേക്ക് വിനയ് എത്തുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മേഘ്ന പറയുന്നത്. ഇത്രയും നാളും മേഘ്ന നിരന്തരം വിനയെ വിളിക്കുമായിരുന്നു. ഓൾറെഡി പ്രശ്നത്തിൽപ്പെട്ടിരുന്ന വിനയാണെങ്കിൽ കോളൊന്നും എടുക്കാറേയില്ല. മേഘ്നയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് പറയുവാനായിട്ടാണ് അവൾ വിളിച്ചത്. എന്നാൽ മനസ്സ് തകർന്നു പോയ വിനയ് താൻ ഏത് നിമിഷവും മരിക്കുമെന്നുള്ളതിനാൽ മനസ്സില്ലാ മനസ്സോടെ മേഘനയോട് ആ വിവാഹം കഴിക്കണമെന്നും സന്തോഷമായിട്ട് ജീവിക്കണമെന്നും പറയുന്നു. പക്ഷേ മേഘനയ്ക്ക് അതിന് കഴിയുമായിരുന്നില്ല. മേഘനയാണെങ്കിൽ വിനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നതും. ശിവപ്പയെ കണ്ടതിൽ പിന്നെ രായപ്പയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. അത് മനസ്സിലാക്കി കൂട്ടാളികൾ ചോദിക്കും, ആ ഒരു ഒറ്റ ആളിനെ കണ്ടിട്ടാണോ ഇത്രയ്ക്കും ടെൻഷൻ അടിക്കുന്നത്? അതിന് മറുപടിയായിട്ട് രായപ്പ പറയുന്നതോ, ഒരൊറ്റ ആളോ, അവനൊരൊറ്റ ആളൊന്നുമല്ല. ഇനി ആ വിനയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തന്റെ തോക്കെടുത്ത് രായപ്പ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം വിനയാണെങ്കിൽ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിയായിരുന്നു. വിനയെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാനായിട്ടാണ് രായപ്പ തീരുമാനിച്ചതും. എന്നാൽ അവിടേക്ക് ശിവപ്പ വരികയും വിനയെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ദേഷ്യം വന്ന രായപ്പ, ഇതിൽ നിന്ന് നീ അവനെ രക്ഷിച്ചില്ലേ, ഇനി അവനെ ഞാൻ വണ്ടിയിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് തന്റെ ലോറിയും എടുത്ത് വിനയെ ഫോളോ ചെയ്യുന്നു. എന്നാൽ വീണ്ടും അവിടേക്ക് ശിവപ്പ തന്റെ സ്കൂട്ടറുമായി വരും. അവരെ ചേസ് ചെയ്തു പോയി വിനയെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. വിനയം കൊണ്ട് നേരെ വരുന്നത് ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു. ഇവിടെ എന്തിനാ എന്നെ കൊണ്ടുവന്നതെന്ന് വിനയ് ചോദിക്കും. സത്യത്തിൽ അവിടെ മേഘനയുടെ വിവാഹം നടക്കുകയാണ്. വിനയ്ക്കാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാനോ അതൊന്നും സഹിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ശിവപ്പ പറയുന്നത്, നീ ഇതെല്ലാം സഹിക്കണം. ഇത് സഹിച്ചാൽ മാത്രമേ ഇനിയുള്ള പ്രശ്നങ്ങളും നിനക്ക് തരണം ചെയ്യാൻ കഴിയൂ. നീ ആ കല്യാണത്തിൽ നന്നായിട്ട് പങ്കെടുക്കണമെന്നും ശിവപ്പ പറയുന്നു. ശിവപ്പ പറഞ്ഞതനുസരിച്ച് ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയാണ് വിനയ്. എന്നിട്ട് മേഘനയ്ക്കൊപ്പം നിന്ന് ഫോട്ടോയും എടുത്തിട്ടാണ് വിനയ് തിരികെ വീട്ടിലേക്ക് പോകുന്നതും. വീട്ടിലെത്തിയ വിനയ് മനസ്സ് തകർന്ന വേദനയിലിരിക്കുകയാണ്. വിനയ്ക്ക് ആഹാരം കൊടുക്കുവാനായിട്ട് അമ്മയും അടുത്തെത്തുന്നുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നു. എത്ര തന്നെ വിനയ് തട്ടി വിളിച്ചിട്ടും അമ്മയ്ക്ക് അനക്കമേയില്ല. അമ്മ മരിച്ചുപോയോ എന്ന ടെൻഷനായി വിനയ്ക്ക്. വിനയ് ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഡോക്ടർ പറയുന്നത് കുറച്ച് ദിവസമായിട്ട് അമ്മ എന്തോ പ്രശ്നത്തിൽ നന്നായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതാണ് അമ്മ കുഴഞ്ഞു വീണതെന്നും ഡോക്ടർ പറയും. അത് കേട്ട വിനയ്ക്ക് തന്റെ കാര്യം ആലോചിച്ചാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിനയ് ഓർത്ത് കരയുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് ശിവപ്പ എത്തും. ശിവപ്പ വിനയോട് ഒരു കാര്യം പറയുന്നു. ആദ്യം നീ മാറ്റി വെക്കേണ്ടത് നിന്റെ ഉള്ളിലെ ഭയമാണ്. ഒരു മനുഷ്യന് 5 വിധമാണ് ഭയം വരുന്നത്. ഒന്നവന്റെ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്നത്, രണ്ടാമത്തേത് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നഷ്ടപ്പെടുമോ എന്നത്, മൂന്നാമത് അവൻ പ്രണയിച്ച പെണ്ണിനെ നഷ്ടപ്പെടുമോ എന്നത്, നാലാമത് അവന്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നത്, അഞ്ചാമതാണ് അവന്റെ ജീവൻ ആപത്ത് വരുമോ എന്നത്. ഇതിൽ 4 നീ ഫേസ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ വിനയ്ക്ക് അവന്റെ ജോലി നഷ്ടമായിരുന്നു. ശിവപ്പ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവന് സമ്പാദ്യമുണ്ടാകുന്ന അവന്റെ ജോലി തന്നെ നഷ്ടമായി. അവന്റെ കൂട്ടുകാർ പോയി, കാമുകി പോയി. ദേ ഇപ്പോൾ അമ്മ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അവസാനമായിട്ടുള്ളത് ജീവൻ പോകുമോ എന്നുള്ള പേടി. നീ അതിനെ നേരിടണം. രായപ്പ നിന്നെ തേടി വരുന്നതിന് മുൻപ് തന്നെ നീ രായപ്പയെ തേടി പോകണം. രായപ്പയോട് സംസാരിക്കണമെന്നും വിനയോട് ശിവപ്പ പറയുന്നു. ശിവപ്പ പറഞ്ഞതനുസരിച്ച് വിനയ് രായപ്പയ്ക്കടുത്തേക്ക് പോകുന്നു. രായപ്പയോട് സംസാരിക്കുവാനൊക്കെ ശ്രമിക്കുമെങ്കിലും രായപ്പ കേൾക്കുവാനേ കൂട്ടാക്കുന്നില്ല. വിനയെ കൊല്ലുമെന്ന് തന്നെ രായപ്പ പറഞ്ഞുകൊണ്ടേയിരിക്കും. രായപ്പയാണെങ്കിലോ ഒരു യുദ്ധം ചെയ്യാൻ തയ്യാറായി ഒരുപാട് ആളുകളെയും കൂട്ടിയാണ് നിൽക്കുന്നതും. എന്നാൽ വിനയ്ക്കൊപ്പം ശിവപ്പ മാത്രമാണ്. ഒരൊറ്റ ആൾ ധൈര്യമായിട്ട് നിൽക്കുന്നു. ഇത്രയും ആളുകൾ കണ്ടിട്ടും ഒരു പേടി പോലും ശിവപ്പയ്ക്കില്ലായിരുന്നു. എന്നാൽ രായപ്പയാണെങ്കിൽ എന്റെ ആയുധം റെഡിയാക്കുവാനേയും പറയും. അപ്പോൾ തന്നെ രായപ്പയുടെ ആളുകളാണെങ്കിൽ വലിയൊരു ആയുധവും റെഡിയാക്കുന്നു. പക്ഷേ അത്രയും ഭീകരമായിട്ടുള്ള ആയുധം കണ്ടിട്ട് പോലും ശിവപ്പയുടെ കണ്ണില് ഒരു തുള്ളി പേടി പോലുമില്ല. ധൈര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. രായപ്പയുടെ ആളുകൾ യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായി വരുന്ന സമയം തന്നെ ശിവപ്പ ഓം നമഃശിവായ എന്ന് ചൊല്ലുന്നു. അപ്പോൾ തന്നെ ഭഗവാൻ ശിവന്റെ പല അവതാരങ്ങൾ ശിവപ്പയ്ക്കൊപ്പം എത്തുകയാണ്. അതാണ് രായപ്പ പറഞ്ഞത് അവൻ ഒറ്റ ആളല്ല എന്നുള്ളത്. എന്നാൽ എല്ലാവരുടെയും കൈവശം ഓരോരോ ആയുധങ്ങളുണ്ടായിരുന്നു. ഒരാൾക്ക് പാമ്പാണ് സഹായിക്കുന്നത്, ഒരാൾക്ക് കാളയാണ് സഹായിക്കുന്നത്, മറ്റൊരാളെ അഗ്നി, ജലം, അങ്ങനെ പല സഹായ വസ്തുക്കളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഒരു ഫൈറ്റിൽ അവസാനം രായപ്പ തോറ്റുപോവുകയാണ്. പക്ഷേ ആ ഒരു തോൽവി രായപ്പയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. രായപ്പയാണെങ്കിൽ അവിടെ കിടന്ന് ഒരു കമ്പി എടുത്ത് നേരെ വിനയുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കും. അതോടുകൂടി വിനയ് ബോധം കെട്ട് വീഴുകയാണ്. എന്നാൽ ബോധം വരുന്ന വിനയ് കാണുന്നതോ വെള്ള വേഷമൊക്കെ ധരിച്ച് വിനയ്ക്കടുത്തെത്തിയിരിക്കുന്ന ശിവപ്പയാണ്.
അല്ല, നിങ്ങൾ ആരാ? എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ വിനയ് ചോദിക്കുന്നു. വിനയുടെ ആ ഒരു ചോദ്യത്തിന് താൻ ദൈവമാണെന്ന് ശിവപ്പ മറുപടി പറയും. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. വിനയ്ക്ക് ആദ്യം ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ വിനയ് മരണപ്പെട്ടിരുന്നു. പിന്നീട് നടന്നതെല്ലാം ശിവപ്പയുടെ പ്ലാനാണ്. അതായത് ദൈവത്തിന്റെ പ്ലാൻ. അപ്പോഴൊന്നും വിനയ് കണ്ട ആളുകളൊന്നും യാഥാർത്ഥ്യമേ അല്ലായിരുന്നു. വിനയ് ചെയ്ത തെറ്റുകളെല്ലാം വിനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശിവപ്പ അങ്ങനെയൊക്കെ ചെയ്തത്. ഒന്നാമത്തെ തെറ്റ്, അമ്മ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോകുവാൻ പറഞ്ഞിട്ടും അവൻ ഹെൽമെറ്റ് എടുക്കാതെ പോയി. രണ്ടാമത്തെ തെറ്റ്, ഡോഗിനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ ഫോണും വിളിച്ചു പോയത്. അങ്ങനെ വിനയ് ചെയ്ത പല പല തെറ്റുകളും ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. രായപ്പ സത്യത്തിൽ യമനാണ്. റോസി എന്ന നായ മറ്റാരുമല്ല, യമന്റെ വാഹനമായ പോത്ത് ഭൂമിയിൽ നായയായിട്ട് അവതരിച്ചതാണ് ഈ റോസി. എന്നാൽ ആ റോസിയാണ് ഒരു ശ്രദ്ധയും കൂടാതെ വിനയ് ഇടിച്ചു തെറിപ്പിച്ച് കൊന്നുകളഞ്ഞതും. വിനയ് ചെയ്ത തെറ്റുകളെല്ലാം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവവും യമനും ചേർന്ന് ഈ ഒരു പ്ലാനുകളെല്ലാം ചെയ്തതും. വിനയ്ക്ക് അവൻ ചെയ്ത തെറ്റുകളെല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് കൃത്യം 45 ദിവസം ആയപ്പോഴേക്കും വിനയുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.